യെസ്, ഏതായാലും കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. വലിയ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിലേക്കടക്കം നടപടികൾ എടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ചു കയറിയെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജിസിഡിയുടെ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത്. അന്യായമായി സംഘം ചേർന്നതിനും അതിക്രമിച്ചു കയറിയതിനുമാണ് കേസ്. അഹമ്മദ് മുജ്തബ വിശദാംശങ്ങൾ നൽകും. മുജ്തബ, സ്റ്റേഡിയം സന്ദർശിക്കുക എന്നതായിരുന്നു ആ ഘട്ടത്തിൽ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെയും ഹൈബി അടക്കമുള്ള ആളുകളുടെയും ലക്ഷ്യം. പക്ഷേ ഇന്നലെ തന്നെ അവിടേക്ക് അതിക്രമിച്ചു കയറി എന്ന രീതിയിലുള്ള ഒരു പ്രചാരണം CPM നടത്തിയിരുന്നു. ഇന്നിപ്പോൾ കേസും എടുത്തിരിക്കുന്നു. എങ്ങനെയാണ് പോലീസിന്റെ നടപടി? കഴിഞ്ഞ ദിവസം ഈ വിഷയം വന്ന സമയത്ത് തന്നെ കോൺഗ്രസ് പ്രതിനിധി സഖ്യം ഷിയാസിന്റെ നേതൃത്വത്തിൽ അവിടേക്ക് പോവുകയും ഒപ്പം മാധ്യമപ്രവർത്തകരും ഉണ്ടായിരുന്നു. അവർ സ്റ്റേഡിയത്തിനകത്ത് കടക്കുകയും പിന്നീട് അവിടെ വിശദമായി തന്നെ അതിലെ നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുകയും കൃത്യമായി പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ GCDയുടെ സെക്രട്ടറി എറണാകുളം പോലീസ് കമ്മീഷണർക്ക്, സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകുന്നത്. അതിക്രമിച്ചു കടന്നു, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മത്സരങ്ങൾക്കുൾപ്പെടെ തയ്യാറാകുന്ന ടർഫ് ഉൾപ്പെടെയുള്ള ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ ഇങ്ങനെ അതിക്രമിച്ചു കയറുന്നു. അവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരെത്തുന്നു. നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെ താറുമാറാക്കുന്ന രൂപത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികൾ. അതുകൊണ്ട് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തണം. ഒപ്പം തന്നെ അതിക്രമിച്ചു കയറിയവർക്കെതിരെ നടപടി വേണം. ഈ രണ്ട് കാര്യങ്ങളാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. എന്തായാലും പോലീസ് ഇന്ന് കേസെടുത്തിരിക്കുന്നു. GCDയെ നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. രണ്ട് വകുപ്പുകളാണ് പ്രധാനമായി ചേർത്തിരിക്കുന്നത്. അന്യായമായി സംഘം ചേർന്നു, അതിക്രമിച്ചു കയറി. ഈ സംഘം സുരക്ഷാ ജീവനക്കാരെ തുടക്കത്തിൽ തന്നെ കയ്യേറ്റം ചെയ്തു. അങ്ങനെയാണ് അതിക്രമിച്ച് സുരക്ഷാ സേന അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാർ ഇവരെ തടഞ്ഞെങ്കിൽ പോലും അവരെ കയ്യേറ്റം ചെയ്താണ് സ്റ്റേഡിയത്തിനകത്തേക്ക് കടന്നത് എന്നതുൾപ്പെടെ കാണിച്ചാണ് ഇപ്പോൾ എന്തായാലും ഈ കേസ് എടുത്തിരിക്കുന്നത്. നേരത്തെ ഷിയാസ് സൂചിപ്പിച്ചതുപോലെ സംഭവങ്ങൾ വിലയിരുത്താനും അതോടൊപ്പം തന്നെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാനും ഒക്കെയാണ് അവിടെ സന്ദർശനം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പോയത്. പക്ഷേ CPM ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വരുന്നു. അതനുസരിച്ച് പിന്നീട് പോലീസ് കേസെടുക്കുന്നു. ഇതിനകത്ത് ചില കൃത്യമായ അജണ്ടകൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഉണ്ട് എന്നതാണ് കോൺഗ്രസ് ക്യാമ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അഹമ്മദ് മുജ്തബയാണ് വിവരങ്ങൾ നൽകിയത്.